60 വർഷം മുമ്പ് ഇതേ ദിവസം ആകാശവും ഭൂമിയും ചുവന്ന നിറത്തിൽ പൂത്തു. ആകാശത്തു നിന്നും സിന്ദൂരം മഴയായി പെയ്തു. നാട്ടിടവഴികളിലൂടെ ഒഴുകി ചുവപ്പ് മണ്ണാകെ പകർന്നു. പാടത്തും ചേറിലും പണിശാലകളിലും മനുഷ്യൻ സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞ മുദ്രാവാക്യം വിളിച്ചു, ഇൻകുലാബ് സിന്ദാബാദ്, ലാൽ സലാം സഖാവേ. ഈ ചരിത്ര മുഹൂർത്തത്തിൽ ഇതാ ആലപ്പുഴ മറ്റൊരു ചരിത്രത്തിനു കൂടി സാക്ഷ്യം വഹിക്കുന്നു. പഞ്ചനക്ഷത്ര ഹോട്ടലുകളുടെ ശീതീകരിച്ച മുറികളിൽ ഒതുങ്ങി ആർഭാടമായി നടന്നിരുന്ന ഒരു സിനിമയുടെ ഓഡിയോ ലോഞ്ച് ഇതാ നമ്മുടെ നാടിൻ്റെ വിപ്ലവ മണ്ണിൽ നടക്കുന്നു. ഇതൊരു നിയോഗമാണ്. മലയാളത്തിൻ്റെ ഹോട്ട് സെൻസേഷൻ നിവിൻ പോളി, ഹിറ്റ് മേക്കർ സിദ്ധാർത്ഥ് ശിവ, സൂപ്പർ ഹിറ്റ് നിർമ്മാതാവ് ബി രാകേഷ്, മറ്റൊരു മെഗാ ഹിറ്റ് നിർമ്മാതാവ് ശ്രീ ആൻഡോ ജോസഫ്. ഇവർ ഒന്നിക്കുമ്പോൾ ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്ന ചിത്രം ആവുമെന്നതിൽ സംശയമില്ല. ഈ ജനകീയ സിനിമയുടെ ഓഡിയോ ലോഞ്ചിങ് തികച്ചും ജനകീയമായി ആലപ്പുഴയുടെ മക്കളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. നിങ്ങളുടെ അനുഗ്രഹത്തിനായി ശിരസ് നമിക്കുന്നു. നമുക്കൊരു വിപ്ലവ ഗാനത്തോടെ തുടങ്ങാം. അതിനായി ജില്ലു നൌഷാദിനെ വേദിയിലേക്ക് ഹാർദവപൂരം ക്ഷണിക്കുന്നു. ദശകമിവിട ഇതു വിട ചൊല്ലി മറയുന്നു ഒരു പൂമര കാറ്റു പെയ്ത പോലെ. ഒരു ദശകമിവിട ഇതു വിട ചൊല്ലി മറയുന്നു ഒരു പൂമര കാറ്റു പെയ്ത പോലെ. നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തന്മുദ്രകൾ. നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തന്മുദ്രകൾ. ഓർക്കൂ സഖാവേ സഹോദരാ, നാം കേട്ട ദീർഘമുദ്രാവാക്യം. തോൽക്കുവാനോ മനസ്സില്ല, തോറ്റുവെങ്കിൽ തോറ്റുകാലം. കേൾക്കൂ സഖാവേ ചരിത്രമേൽപ്പിക്കുന്ന വാക്കുകൾ പാടി നാമെന്നും. ഒരു ദശകമിവിട ഇതു വിട ചൊല്ലി മറയുന്നു ഒരു പൂമര കാറ്റു പെയ്ത പോലെ. നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തന്മുദ്രകൾ. നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തന്മുദ്രകൾ. ഒരു വരൾ മണ്ണിലൊരു ഹരിതവരമായി നാം വിളയിച്ചു വിജ്ഞാനഭൂമി. അതിൽ നാം വിതച്ച സ്വപ്നത്തിൻ്റെ വിത്തുകൾ, അതിൽ നാം നനച്ച വേർപ്പുപ്പിൻ പ്രതിജ്ഞകൾ. അതു തഴച്ചും കുലച്ചും കായ്ച്ചും ഇന്നിത അതിനിന്നു നമ്മൾ കാവൽക്കാർ. നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തന്മുദ്രകൾ. നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തന്മുദ്രകൾ. അഴിമതിമതം പൂണ്ടൊരൈരാവതങ്ങളെ അടിപെടുത്താനിതൊരു തുടലായി.
അധികാര സാമ്രാജ്യ സിംഹാസനങ്ങൾക്ക് പിറകൊള്ളുവാൻ ചൂണ്ടുവിരലായി വിടരാൻ സുഗന്ധം പരത്താൻ തുടിക്കുന്ന വികസന പൂവിൻ്റെ മധുവായി അവകാശ സംരക്ഷണത്തിൻ്റെ വഴികളിൽ അടരാടിടുന്ന ചെങ്കൊടിയായി ഒരു ദശകമിവിടയിതി മറയുന്നു ഒരു പൂമരക്കാറ്റു പെയ്ത പോലെ നിറയെ ചുവന്ന പൂക്കൾ പാതയിൽ സമരങ്ങൾ തന്മുദ്രകൾ 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 കയ്യൂരുള്ളൊരു സമരസകാവിന് വിയൂരെന്നൊരു ഭയമില്ല. വയനാടുള്ളൊരു വിപ്ലവമുട്ടിനെ വയ്യാവേലി കളറിയില്ല. കണ്ണൂരുള്ളൊരു സമരസകാവിന് വിയൂരെന്നൊരു ഭയമില്ല. വയനാടുള്ളൊരു വിപ്ലവമുട്ടിന് വയ്യാവേലി കളറിയില്ല. കണ്ണൂരുള്ളൊരു കമ്മ്യൂണിസ്റ്റിന് കണ്ണീരെന്നൊരു വിധിയില്ല. ചെങ്കനലിരിയും കരിവെള്ളു ചങ്കിന് മഴയൊരു കുളിരല്ല. കയ്യൂരുള്ളൊരു സമരസകാവിന് വിയൂരെന്നൊരു ഭയമില്ല. വയലാറുള്ളൊരു വിപ്ലവമുട്ടിനെ വയ്യാവേലി കളറിയില്ല. താങ്ക് യു. ആലപ്പുഴ ജന്മം നൽകിയ സിനിമാ പ്രവർത്തകരിൽ പ്രമുഖനാണ് ശ്രീ ആലപ്പി അഷ്റഫ്. 35 വർഷത്തെ സിനിമാ പാരമ്പര്യം, നിന്നിഷ്ടം എന്നിഷ്ടം തുടങ്ങി 12 എണ്ണം മറഞ്ഞ ചിത്രങ്ങൾ സംവിധാനം, അതിലേറെ സിനിമകളിൽ അഭിനയിച്ചു. ആലപ്പുഴ സിനിമാ ചരിത്രത്തിൽ ആലപ്പി എന്ന പേര് സ്വന്തം പേരിനോട് ചേർത്ത് വെച്ച നമ്മുടെ സ്നേഹം നിറഞ്ഞ അഷ്റഫിക്കയെ സ്വാഗതം ആശംസിക്കാൻ ക്ഷണിക്കുന്നു. ബഹുമാന്യ വിശിഷ്ട അതിഥികളെ, സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ത്യയിൽ ആദ്യമായി ഒരു തൊഴിലാളി പ്രസ്ഥാനത്തിന് രൂപം നൽകിയ ഒരു മണ്ണാണ് ആലപ്പുഴയുടേത്. പുന്നപ്രയുടെയും വയലാറിൻ്റെയും വിപ്ലവമുറങ്ങുന്ന ആ മണ്ണിൽ, ആലപ്പുഴ സ്ഥിതി ചെയ്യുന്ന ആ മണ്ണിൽ വളരെ വ്യത്യസ്തമായ രീതിയിൽ, വളരെ വ്യത്യസ്തമായ ഒരു സിനിമയുടെ ഓഡിയോ ലോഞ്ചിങ്ങാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ ആലപ്പുഴക്കാർക്ക് അഭിമാനിക്കാവുന്ന ഈ ഓഡിയോ ലോഞ്ചിങ് ഒരു കാലത്ത് 18-ാം നൂറ്റാണ്ടിൽ ജർമ്മനിയിൽ കോംറേഡ് എന്ന് വിളിച്ചിരുന്ന, പരസ്പരം വിളിച്ചിരുന്നതിൻ്റെ മലയാള പരിഭാഷയായി സ്വന്തം ജീവനും സ്വത്തും എല്ലാം തൻ്റെ സ്നേഹിതർക്കായി ദാനം ചെയ്തിരുന്ന ആ സഖാക്കൾ, അവരുടെ ഓർമ്മയ്ക്കായുള്ള ഒരു ചിത്രത്തിൻ്റെ ഓഡിയോ ലോഞ്ചിങ്ങാണ് അവിടെ നടക്കുന്നത്. ഇത് അണിയിച്ചൊരുക്കുന്ന ശില്പി എന്ന സംവിധായകൻ സിദ്ധാർത്ഥ് ശിവ എന്ന അദ്ദേഹം, ശരിക്കും അദ്ദേഹം ഒരു സഖാവാണ്. അദ്ദേഹം പത്തനംതിട്ട SFIയുടെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു. ഇന്നും അദ്ദേഹം ഒരു റിസർച്ച് വിദ്യാർത്ഥിയാണ്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം റിസർച്ച് സ്റ്റുഡൻ്റാണ്. അവിടെയും SFIയുടെ നേതാവാണ്. അതുകൂടാതെ ഈ ചിത്രം അണിയിച്ചൊരുക്കുന്ന നിർമ്മാതാവ് ശ്രീ രാകേഷ്, അദ്ദേഹം തിരുവനന്തപുരത്തെ ഒരു പാർട്ടി മെമ്പറാണ്.
കൂടാതെ ഈ ചിത്രം നമ്മുടെ എത്തിക്കുന്ന വിതരണക്കാരനായ ശ്രീ ആൻഡോ ജോസഫ് എന്ന ശക്തനായ ആ വിതരണക്കാരൻ, അദ്ദേഹത്തിൻ്റെ ടേക്ക് ഓഫ് എന്ന പടം ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹമാണ് ഈ പടം വിതരണം ചെയ്യുന്നത്. ഒപ്പം സഖാവ് എന്ന ഈ ചിത്രത്തിൽ മലയാളത്തിൻ്റെ യുവാക്കളുടെ അല്ലെങ്കിൽ യുവജനങ്ങളുടെ ഹരമായി മാറിയ നിവിൻ പോളി എന്ന ആ സൂപ്പർ സ്റ്റാർ, അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ രംഗത്ത് വരികയാണ്. അത് സഖാവ് എന്ന പേരിൽ. ആ ഓഡിയോ ലോഞ്ചിൻ്റെ ഈ വേളയിൽ ഇവിടെ എത്തിയിരിക്കുന്ന വിശിഷ്ട അതിഥികളെ ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ വന്നിരിക്കുന്ന ഈ ജനപ്രതിനിധികൾ നമ്മളുമായിട്ട് നിത്യവും ഇടപഴകുന്നവരും എല്ലാവരെയും പേരെടുത്തറിയാവുന്നവരും എല്ലാവരും പരസ്പരം അറിയാവുന്നവരുമാണ്. അവരെക്കുറിച്ചുള്ള വിശേഷണങ്ങളുടെ ആവശ്യം ഇവിടെ ഇല്ല. എന്നിരുന്നാലും ഓരോരുത്തരുടെ പേരിൽ ഞാൻ ആദ്യമായി സ്വാഗതം പറയുകയാണ്. ആദ്യമായി സഖാവ് ആർ നാസർ, CITയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് നാസറിന് ഹൃദയം നിറഞ്ഞ ഞങ്ങളുടെ സ്വാഗതം അരുളുന്നു. അടുത്തതായി അഡ്വക്കേറ്റ് ശ്രീ AM ആരിഫാണ്, MLA. അദ്ദേഹം സിനിമാക്കാരുടെ ഒരു സന്തത സഹചാരിയാണ്, നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ശ്രീ ആരിഫിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം നേരുന്നു. അഡ്വക്കേറ്റ് ശ്രീ പ്രതിഭ ഹരി, MLA ആണ്, കായംകുളം, നമുക്കെല്ലാവർക്കും സുപരിചിതയാണ്. പ്രതിഭ ഹരിക്ക് ഞങ്ങളുടെ സ്വാഗതം ആശംസിക്കുകയാണ്. അടുത്ത സഖാവ് PP ചിത്തരഞ്ജനും ഞങ്ങൾ സ്വാഗതം അരുളുന്നു. കൂടാതെ ശ്രീ V മോഹൻദാസ്, AITUC ജില്ലാ സെക്രട്ടറി B അൻസാരി, MV ഹൽത്താഫ് എന്നിവർക്കും സ്വാഗതം അരുളുമ്പോൾ, ഒപ്പം ഈ പരിപാടി സുഗമമായി നടത്താൻ ഒത്തുചേർന്ന നമ്മളെ എല്ലാവരെയും ഒന്നിച്ചാക്കിയ ഇവിടുത്തെ ആലപ്പുഴയിൽ ശ്രീ ഹനീഫ്, അതായത് സിനിമാ രംഗത്ത് കോടികളുമായി വന്ന് നഷ്ടപ്പെട്ടു പോകുന്നവരുടെ ചരിത്രമുള്ളപ്പോൾ സിനിമാ രംഗത്ത് സ്വന്തം അധ്വാനം കൊണ്ട് കയ്യും വീശി വന്ന് സ്വന്തം അധ്വാനം കൊണ്ട് നേടിയെടുത്ത വലിയൊരു നിർമ്മാതാവായി മാറിയ ശ്രീ ഹസീബിനും ഈ വേളയിൽ സ്വാഗതം അരുളുകയാണ്. ഒപ്പം ഇവിടെ പങ്കെടുക്കുന്ന എല്ലാ ടെക്നീഷ്യന്മാർക്കും എല്ലാ നടീനടന്മാർക്കും ഒപ്പം സ്വാഗതം അരുളിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വിളക്ക് കൊളുത്തുന്ന ചടങ്ങാണ്. നമുക്കേറെ പ്രിയങ്കരനായ AM ആരിഫ് MLA, പ്രതിഭാകരി MLA, R നാസർ അവർകൾ കൊയർ കോർപ്പറേഷൻ ചെയർമാൻ, PP ചിത്തരഞ്ജൻ അവർകൾ മത്സ്യക്ഷേമനിധി ബോർഡ് ചെയർമാൻ, മിസ്റ്റർ ഹൽത്താഫ് മുൻ കൗൺസിലർ, B അൻസാരി മുൻ നഗരസഭ വൈസ് ചെയർമാൻ, അഡ്വക്കേറ്റ് B മോഹൻദാസ് AITUC ജില്ലാ സെക്രട്ടറി എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അഡ്വക്കേറ്റ് പ്രതിഭാഹരിയെ ഇവിടെ നമ്മൾ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ആലപ്പുഴയുടെ അഭിമാനമായ, തൻ്റെ അഭിപ്രായങ്ങൾക്ക് മുന്നിൽ പതറാതെ ഏതൊരു കാറ്റിനും കോളിനും ഇളകാതെ നിൽക്കുന്ന ധീര വനിതയാണ് നമുക്ക് പ്രിയപ്പെട്ട MLA. വിവാദങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നപ്പോഴും പ്രതിഭ ഇളകാതെ, അതാണ് നമ്മുടെ പ്രതിഭ. സഖാവ് പ്രതിഭയെ ക്ഷണിക്കുന്നു. ആരിഫിക്കെയും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ചിലർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവും ഇദ്ദേഹത്തിന് MLA ആയതിനൊപ്പം സിനിമയിലെങ്കിലും പോയിരുന്നെങ്കിൽ ഏറെ തിളങ്ങിയനെ എന്ന്. ആരിഫിക്ക, നിങ്ങൾ ഒടുക്കത്തെ ഗ്ലാമറാണ്. കഴിഞ്ഞ മന്ത്രിസഭയിൽ കേരളത്തിലെ തന്നെ ഏറ്റവും വികസനം നടന്ന ഒരു മണ്ഡലമായി അരൂർ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ നേരത്തെ പറഞ്ഞവർ മാറ്റിയും പറഞ്ഞു, നിങ്ങൾ MLA ആയാൽ മതി. ക്ഷണിക്കുന്നു, ഏവരെയും ക്ഷണിക്കുന്നു. ഉയർത്തു വന്ന താരകങ്ങൾ നമ്മൾ, ഒരമ്മ പെറ്റ സോദരങ്ങൾ നമ്മൾ, സമത്വമെന്നൊരാശയം ജയിക്കാൻ കൊടിപ്പടങ്ങൾ കയ്യിലേന്തി വന്നോ, സഖാക്കളെന്നു പേർ വിളിച്ചു നിന്നോ, സ്വയം മറന്നു പോരടിപ്പതെന്തേ. ഉയർത്തു വന്ന താരകങ്ങൾ നമ്മൾ, ഒരമ്മ പെറ്റ സോദരങ്ങൾ നമ്മൾ, സമത്വമെന്നൊരാശയം ജയിക്കാൻ കൊടിപ്പടങ്ങൾ കയ്യിലേന്തി വന്നോ, സഖാക്കളെന്നു പേർ വിളിച്ചു നിന്നോ,
സ്വയം മറന്നു പോരടിപ്പതെന്തേ? ഉയിർത്തു വന്ന താരകങ്ങൾ നമ്മൾ, ഒരമ്മ പെറ്റ സോദരങ്ങൾ നമ്മൾ. സമത്വമെന്നൊരാശയം ജയിക്കാൻ കൊടിപ്പടങ്ങൾ കയ്യിലേന്തി വന്നോ. സഖാക്കളെന്നു പേർ വിളിച്ചു നിന്നോ. സ്വയം മറന്നു പോരടിപ്പതെന്തേ? ഉയിർത്തു വന്ന താരകങ്ങൾ നമ്മൾ, ഒരമ്മ പെറ്റ സോദരങ്ങൾ നമ്മൾ. സഖാവ് നമ്മുടെ ഈ മണ്ണിൽ ഇതാ ഓഡിയോ ലോഞ്ച് നടക്കാൻ പോകുന്നു. ഈ ആലപ്പുഴയുടെ മണ്ണിൽ സഖാവ് എന്നൊരു സിനിമ ഓഡിയോ ലോഞ്ച് ഇത്ര ജനകീയമായി സംഘടിപ്പിക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? ഞാൻ ഈ സിനിമയുടെ ലോകത്ത് ഒരുപാട് ഓഡിയോ ലോഞ്ചിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന പലരും ഒരുപക്ഷെ ഓഡിയോ ലോഞ്ചിൽ ചിലപ്പോൾ പങ്കെടുത്തിട്ടുണ്ടാവാം. പക്ഷേ എൻ്റെയും നിങ്ങളുടെയും ചരിത്രത്തിൽ, ഒരുപക്ഷെ മലയാള സിനിമയുടെ തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ജനകീയമായ ചലച്ചിത്ര ലോക ചരിത്രത്തെ, അതിൻ്റെ ചരിത്രത്തെ മാറ്റി മറിച്ചുകൊണ്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ജനകീയ ഓഡിയോ ലോഞ്ചിങ് നടക്കുന്നത്. അതാണ് വിപ്ലവത്തിൻ്റെ സിന്ദൂരമാലകൾ ചാർത്തിയ ഈ ആലപ്പുഴയുടെ വിപ്ലവ മണ്ണിൽ ഇത് ഒരു പുതിയ അധ്യായം കൂടി എഴുതി ചേർത്തിരിക്കുകയാണ്. ഇതിൻ്റെ അണിയറ ശില്പികളെല്ലാം നമുക്ക് ഒരുപാട് സിനിമകൾ സമ്മാനിച്ചവരാണ്. ശ്രീ രാകേഷ് 5 സിനിമകൾ നമുക്ക് ഇതിനോടകം സമ്മാനിച്ചിട്ടുണ്ട്. അദ്ദേഹം അറിയപ്പെടുന്ന നല്ല ഒരു നിർമ്മാതാവാണ്. അതുപോലെ തന്നെ ശ്രീ സിദ്ധാർത്ഥ് ശിവ, അദ്ദേഹം ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ഇറങ്ങിയ കുഞ്ചാക്കോ ബോബൻ്റെ ചിത്രം അയ്യപ്പ കൊയിലോ എന്ന സിനിമ വളരെ മനോഹരമായ, പുതിയ ചെറുപ്പക്കാർക്ക് പഠിക്കാൻ ഒരു നല്ല സന്ദേശം നൽകുന്ന സിനിമ നമുക്ക് സമ്മാനിച്ചവരാണ്. പാട്ടെഴുതിയവരെല്ലാം എനിക്ക് തോന്നി അടുത്ത കാലത്ത് 8 പാട്ടുകളിൽ 5 പാട്ടും അല്ലേ, 8 പാട്ടുള്ള ഒരു സിനിമ സമീപകാലത്ത് ആദ്യമായിട്ടാണ് സഖാവ് എന്ന സിനിമയിലൂടെ ഇറങ്ങുന്നത്. അങ്ങനെ നോക്കിയാൽ പ്രശാന്ത് പിള്ള നല്ല സംഗീത സംവിധായകൻ, നല്ല ഇരുത്തം വന്ന എഴുത്തുകാരുടെ പാട്ടുകൾ എല്ലാം കൊണ്ട് സഖാവ് ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായി മികച്ച വിജയം കരസ്ഥമാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതാണ് ഈ ജനാവലി വിളിച്ചോതുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പല സംബോധനകൾ നമ്മൾ ജീവിതത്തിൽ അങ്ങും ഇങ്ങും ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, വിളിക്കാനും കേൾക്കാനും ഏറ്റവും ഇഷ്ടപ്പെടുന്ന സംബോധന സഖാവ് എന്നുള്ളതാണ്. അതിനെ അങ്ങേയറ്റം ആ പേരിൽ തന്നെ ഉണ്ട് ഈ സിനിമയുടെ വിജയം. തീർച്ചയായിട്ടും നമ്മൾക്കറിയാം, നമ്മൾ എല്ലാവരും ഇന്നീ മണ്ണിൽ കാലുറപ്പിച്ച് നിൽക്കുന്നതിന് എല്ലാം കാരണക്കാരായിട്ടുള്ള നമ്മളുടെ നാട്ടിലെ ധീര രക്തസാക്ഷികളായിട്ടുള്ള അനവധി സഖാക്കളുണ്ട്. ഈ രക്തസാക്ഷികളുടെ പ്രവർത്തനങ്ങളുടെ പാരമ്പര്യം വിളിച്ചോതുന്ന മണ്ണിൽ വെച്ച്, പുന്നപ്രയുടെയും വയലാറിൻ്റെയും വിപ്ലവ മണ്ണിൽ വെച്ച്, ഈ ആലപ്പുഴ ബീച്ചിൽ വെച്ച് സഖാവ് എന്ന സിനിമയുടെ ഓഡിയോ പ്രദർശനം ഇന്നിപ്പോൾ ഇവിടെ നടത്തുമ്പോൾ അതിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ തീർച്ചയായിട്ടും അങ്ങേയറ്റം സന്തോഷമുണ്ട്. വലിയ വിജയമാകും ഈ സിനിമ എന്നുള്ള കാര്യത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന ജനാവലി തന്നെ സാക്ഷ്യം പറയുന്നുണ്ട്. എന്തായാലും നമ്മൾക്കെല്ലാം പ്രതീക്ഷയോടെ കാത്തിരിക്കാം. നമ്മളുടെ പ്രിയപ്പെട്ട സഖാവിൻ്റെ വരവിനായി എല്ലാവിധമായിട്ടുള്ള ആശംസകളും ധന്യമായ നന്മകളും ഈ അവസരത്തിൽ നേരുന്നു. നന്ദി. ഒരു കാര്യം കൂടി, ഈ സിനിമ വിതരണത്തിനായി ഏറ്റെടുത്തിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ ആൻഡ്രോ ജോസഫ് ആൻഡ് കമ്പനിയാണ്. ഇപ്പോൾ മലയാളത്തിലെ ഇറങ്ങിയ സിനിമകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ നല്ല സിനിമ ഏത് എന്ന് ചോദിച്ചാൽ, ഒരു പക്ഷേ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും നല്ല സിനിമ ഏത് എന്ന് ചോദിച്ചാൽ ടേക്ക് ഓഫ് എന്ന സിനിമയാണ്. അതിമനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്ന സിനിമ. ആ സിനിമയുടെ വിതരണം ഏറ്റെടുത്തിരിക്കുന്നതും പ്രൊഡ്യൂസിങ്ങിൻ്റെ ഭാഗമായതും ശ്രീ ആൻഡ്രോ ജോസഫാണ്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ആൻഡ്രോ ജോസഫ്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട അസീബും എല്ലാം ചേർന്നുകൊണ്ട് ഇവിടെ ഒരുക്കിയിരിക്കുന്ന ഈ ചടങ്ങ് അക്ഷരാർത്ഥത്തിൽ വലിയ പുരുഷാരം, നല്ല ജനാവലിയുടെ വലിയ സാന്നിധ്യത്തിൽ ഇങ്ങനെ ഒരു ഓഡിയോ ലോഞ്ച് നടത്താൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്കൊക്കെ അതിയായ സന്തോഷമാണുള്ളത്. വിപ്ലവം ഉറങ്ങുന്ന ആലപ്പുഴയുടെ മണ്ണിൽ സഖാവ് എന്ന
ഈ നാമധേയം ഒരിക്കൽ കൂടി മലയാളികളുടെ മനസ്സിൽ അവർ ആ നാമം ഒരിക്കൽ കൂടി അവരുടെ ഹൃദയത്തിലേക്ക് ആവാഹിച്ചു ചേർക്കുകയാണ്. ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമാണുള്ളത്. ഒരാളെ കൂടെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ സിനിമയുടെ അമരക്കാരൻ സിദ്ധാർത്ഥ് ശിവ. ഒരുപക്ഷെ അമരക്കാരൻ എന്നതിനേക്കാൾ ഏറെ മറ്റൊരു വിശേഷണം കൂടിയുണ്ട്. SFIയുടെ പത്തനംതിട്ട മുൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കൂടിയാണ് സിദ്ധാർത്ഥ് ശിവ. സിദ്ധാർത്ഥ് ശിവയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വളരെ സന്തോഷത്തോടെയും അതിലേറെ അഭിമാനത്തോടെയുമാണ് ആലപ്പുഴയുടെ മണ്ണിൽ നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഒരു ഇടതുപക്ഷ സഹയാത്രികൻ എന്നുള്ള രീതിയിലും അതോടൊപ്പം തന്നെ ഒരു സിനിമാക്കാരൻ എന്നുള്ള രീതിയിലും ആലപ്പുഴയുടെ മണ്ണ് എപ്പോഴും പ്രിയപ്പെട്ടതാണ്. പുന്നപ്ര വയലാർ സമരത്തിന് വേദിയായിട്ടുള്ള ആലപ്പുഴയിൽ ഉദയ സ്റ്റുഡിയോ എന്ന സിനിമാ തറവാടിൻ്റെ അടിത്തറയായിട്ടുള്ള ഉദയ സ്റ്റുഡിയോയുടെ മണ്ണിൽ അങ്ങനെ ഒരുപാട് പ്രത്യേകതകളാണ് ആലപ്പുഴയിൽ സഖാവ് സിനിമയുടെ ഓഡിയോ ലോഞ്ച് വെച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു സന്തോഷമായിട്ട് വന്നിട്ടുള്ളത്. സഖാവ് എന്ന സിനിമ തീർച്ചയായിട്ടും ഒരു സിനിമ എന്നുള്ള രീതിയിൽ എല്ലാത്തരം പ്രേക്ഷകരെയും, അതിൽ സൗഹൃദമുണ്ട്, അതിൽ പ്രണയമുണ്ട്, അതിൽ കമ്മ്യൂണിസമുണ്ട്, അങ്ങനെ എല്ലാത്തരം പ്രേക്ഷകരെയും ഒരുപോലെ ഇഷ്ടപ്പെടുത്തുന്ന ചേരുവകളുള്ളൊരു സിനിമയായിരിക്കും സഖാവ്. അതോടൊപ്പം തന്നെ നമ്മളുടെ എല്ലാ മനസ്സിൽ എപ്പോഴും പലപ്പോഴും ആക്റ്റീവായിട്ടും അല്ലാത്ത സമയങ്ങളിൽ പാസീവായിട്ടും ഒക്കെയുള്ള സഖാവ് എന്ന നമ്മളുടെ അവസ്ഥ, നേരത്തെ പ്രതിഭ മാഡം പറഞ്ഞ പോലെ തന്നെ കേൾക്കാൻ ഏറ്റവും സുഖമുള്ളതും ഏറ്റവും മനോഹരമായതുമായിട്ടുള്ള വാക്ക് സഖാവ്. അതിൻ്റെ എല്ലാ സത്തയും മാക്സിമം ഇതിനകത്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഏപ്രിൽ 15-ാം തീയതി സഖാവ് എന്ന സിനിമ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. നിങ്ങളിപ്പോൾ ഈ കാണിക്കുന്ന ഈ ഒരു സ്നേഹവും പിന്തുണയും ഏപ്രിൽ 15-ാം തീയതി മുതൽ ഈ സഖാവ് സിനിമയോടും കാണിക്കണം എന്ന് അപേക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി ഇതിൽ എൻ്റെ കൂടെ പ്രവർത്തിച്ച എല്ലാവർക്കും, ഇതിനകത്ത് ഇവിടെ എത്തിച്ചേരാൻ പറ്റിയിട്ടുള്ളതും എത്തിച്ചേരാൻ പറ്റാഞ്ഞതായിട്ടുള്ള ആളുകളും, ഇതിനകത്ത് അഭിനയിച്ച നിവിൻ പോളി, അതുപോലെ തന്നെ ഐശ്വര്യ രാജേഷ്, അപർണ ഗോപിനാഥ്, ഗായത്രി സുരേഷ്, ഇതിൻ്റെ പ്രൊഡ്യൂസർ ബി രാകേഷ്. തീർച്ചയായിട്ടും ഒരു പ്രൊഡ്യൂസറിന് ഇത്രയും വലിയൊരു ക്യാൻവാസിലുള്ളൊരു സിനിമയാകുമ്പോൾ എന്താ പറയുന്നത്, അത് മനസ്സിലാക്കുന്ന, സിനിമയെ സ്നേഹിക്കുന്ന ഒരു പ്രൊഡ്യൂസറിനെ തന്നെയാണ് കിട്ടേണ്ടത്. ആ കാര്യത്തിൽ ഞാൻ വളരെ ഭാഗ്യവാനാണ്. സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും തുറന്ന സപ്പോർട്ടോടുകൂടി എന്ത് ചിലവ് വന്നാലും അതിനെല്ലാം നമ്മുടെ കൂടെ നിന്ന പ്രിയപ്പെട്ട എൻ്റെ പ്രൊഡ്യൂസർ, എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ബി രാകേഷ്, അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുത്തിരിക്കുന്ന ആൻഡോ ചേട്ടൻ, ഇതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ഡിക്സൺ പടുദോസ്, അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ച ആളുകൾ, അതോടൊപ്പം തന്നെ ഇന്നൊരു പ്രധാനപ്പെട്ട വ്യക്തി ഇന്നിവിടെ മിസ്സിംഗ് ആണ്. മറ്റൊന്നുമല്ല, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം തിരക്കിലാണ്. അത് മറ്റാരുമല്ല, മനോഹരമായ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഗീതം ഈ സിനിമയ്ക്ക് വേണ്ടി തന്ന ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ പ്രശാന്ത് പിള്ള. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെ യുണീക്കായിട്ടുള്ള, വളരെ അമേസിംഗ് ആയിട്ടുള്ള ഗാനങ്ങൾ തന്നിട്ടുള്ള ആളാണ് ശ്രീ പ്രശാന്ത് പിള്ള. പ്രശാന്ത് ഇവിടെ എത്താൻ സാധിച്ചിട്ടില്ല. പ്രശാന്തിനോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു, സ്നേഹം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് രാജാറാണി, കത്തി, തെരി തുടങ്ങിയ തെന്നിന്ത്യയിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സിനിമകളിൽ പ്രവർത്തിച്ച ജോർസി വില്യംസ് ആണ്. അതിൻ്റെ എഡിറ്റർ വിനീബ് തുടങ്ങി എല്ലാവരും, എൻ്റെ കൂടെയുള്ളായിരുന്ന ഡയറക്ടർ ടീം, എല്ലാവരെയും ഞാൻ ഒരുപാട് പേരെ വിട്ടുപോയിട്ടുണ്ട്. എല്ലാവരോടും നന്ദി പറയുന്നു. ഇത് പാടിയിരിക്കുന്നത് നമ്മുടെ ബിജിപാൽ പാടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ശ്രീകുമാർ പാടിയിട്ടുണ്ട്, പ്രീതി പാടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ ഇതിനകത്ത് പാടിയിട്ടുണ്ട്. നല്ല പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ പാടിയിട്ടുണ്ട്. എൻ്റെ വരികൾ എഴുതിയിരിക്കുന്ന അൻവർ അലി, കവി അൻവർ അലി എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹരിനാരായണൻ, സന്തോഷ് വർമ്മ, ശബരീഷ് വർമ്മ, സൂരജ് എസ് കുറുപ്പ്, വിശാൽ ജോൺസൺ, അങ്ങനെ ഒരുപാട് ഗാനരചയിതാക്കളും ഇതിൻ്റെ കൂടെ നമുക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും എല്ലാവരുടെയും 100% ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് ഈ സിനിമയ്ക്ക് വേണ്ടി തന്നിട്ടുള്ളത്. എല്ലാവരെയും ഈ നിമിഷം നന്ദിയോടുകൂടിയും സ്നേഹത്തോടുകൂടിയും ഓർക്കുന്നു. എനിക്കറിയാം എൻ്റെ വാക്കുകൾ കേൾക്കാൻ അല്ല നിങ്ങളിവിടെ ഇരിക്കുന്നതെന്നും, നിങ്ങൾ കാണേണ്ട ആളുകൾ അല്ലെങ്കിൽ കാണേണ്ട പാട്ടുകൾ ഉടൻ തന്നെ ഉണ്ടാവുന്നു. ഒരിക്കൽ കൂടി എല്ലാവരോടും
നന്ദിയും അതോടൊപ്പം തന്നെ ഈ ആലപ്പുഴയിൽ ഇങ്ങനൊരു പരിപാടി അവതരിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്കൊരു പരിപാടിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഇതിനെ സഹായിച്ച എല്ലാവരോടുമുള്ള എൻ്റെ ആത്മാർത്ഥമായിട്ട് സ്നേഹം ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്, നമ്മൾ വീണ്ടും വീണ്ടും കണ്ടാൽ നമുക്ക് മതിയാവില്ല, പിന്നെയും പിന്നെയും കണ്ടുകൊണ്ടിരിക്കും. ഈ ജനങ്ങളുടെ തന്നെ ഇടയിൽ നിന്ന് വീണ്ടും നമ്മുടെ ട്രെയിലർ കാണണമെന്ന ആവശ്യം ഉയരുമ്പോൾ ഇവരുടെ എല്ലാം പ്രസൻസിൽ നമുക്ക് ആ ട്രെയിലർ ഒന്നുകൂടി കാണാം. ഇതാ നമ്മൾ കാത്തിരുന്ന ആ നിമിഷം എത്തുന്നു. സഖാവിലെ ആദ്യ ഗാനം ഇവിടെ ജന്മമെടുക്കുന്നു. അതിൻ്റെ സ്വിച്ച് ഓൺ കർമ്മത്തിനായി ആരിഫിക്കെ ക്ഷണിക്കുന്നു. നമുക്ക് മലയാളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട താരങ്ങളെ വളരെ സന്തോഷത്തോടുകൂടി ഹർഷാരവത്തോടുകൂടി നമുക്ക് വരവേൽക്കാം. മലയാളത്തിന്റെ സൂപ്പർ താരം പ്രിയങ്കരനായ നിവിൻ പോളി. ആലപ്പുഴയുടെ പൊന്നോമന പുത്രൻ, മലയാളത്തിന്റെ പ്രിയപ്പെട്ട താരം, നമ്മുടെ പ്രിയങ്കരനായ ആലപ്പുഴയുടെ മണ്ണ് നട്ടു നനച്ചു വളർത്തിയെടുത്ത പ്രിയപ്പെട്ട നമ്മുടെ ചാക്കോച്ചൻ കുഞ്ചാക്കോ ബോബൻ. നമ്മുടെ ഒരു നായിക കൂടിയുണ്ട്, നമ്മുടെ ഏറെ പ്രിയപ്പെട്ട ഗായത്രി സുരേഷ്. നമ്മുടെ ചാക്കോച്ചന് ഒരു വിളിപ്പേരുണ്ടായിരുന്നു, ചോക്ലേറ്റ് നായകൻ. അതുണ്ടാക്കിയത് മറ്റാരുമായിരുന്നില്ല, ചാക്കോച്ചന്റെ സൗന്ദര്യത്തിൽ അസൂയ പൂണ്ട ചെറുപ്പക്കാർ തന്നെയായിരുന്നു. കഴിഞ്ഞ ആഴ്ച റിലീസായ ടേക്ക് ഓഫ് എന്ന സിനിമയിലെത്തിയ ചാക്കോച്ചന്റെ ഇരുത്തം വന്ന അഭിനയ മികവിലേക്കുള്ള ദൂരം വളരെ ചെറുതായിരുന്നു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇന്നും പെൺകുട്ടികളുടെ സ്വപ്ന കാമുകൻ നമ്മുടെ ചാക്കോച്ചൻ തന്നെ. ഉദയ എന്ന പ്രമുഖ ബാനറിന്റെ ശക്തമായ തിരിച്ചുവരവിന് നിമിത്തമായ കൊച്ചവ പൗലോ എന്ന സിനിമയുടെ പ്രമോഷന് വേണ്ടി ചാക്കോച്ചൻ തിരഞ്ഞെടുത്തത് 5 സ്റ്റാർ ഹോട്ടൽ ആയിരുന്നില്ല, ആലിശ്ശേരിയിലെ ഒരു വൃദ്ധസദനമായിരുന്നു. ഇവർക്ക് ഭക്ഷണവും പുടവയും സമ്മാനിച്ചുകൊണ്ടായിരുന്നു. ഇതിവിടെ പറഞ്ഞത് മറ്റൊന്നിനുമല്ല, നമ്മുടെ ചാക്കോച്ചന്റെ മറ്റൊരു മുഖം അറിയാത്തവർ അറിയാൻ വേണ്ടി മാത്രം. ചാക്കോച്ചനെ 2 വാക്ക് പറയാൻ വേണ്ടി ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. സുഖമാണോ? എല്ലാവർക്കും സുഖം? ഒരുപാട് സന്തോഷം. കാരണം 20 വർഷങ്ങൾ, സുന്ദരമായ 20 വർഷങ്ങൾ തികയുന്ന സമയമാണിത് ഞാൻ സിനിമയിൽ വന്നിട്ട്. ആ 20 സുന്ദര വർഷങ്ങൾ സമ്മാനിച്ച എൻ്റെ സ്വന്തം നാട്ടുകാരുടെ മുന്നിൽ എൻ്റെ നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഒരുപാട് നന്ദി ഈ തന്ന സ്നേഹത്തിനും പ്രോത്സാഹനത്തിനും. 20ാം വർഷം തികയുന്ന ഈ അവസരത്തിൽ ടേക്ക് ഓഫ് എന്ന സിനിമയിലൂടെ മറ്റൊരു ആലപ്പുഴക്കാരനായ ഷാനുവും എൻ്റെ കൂടെ ഇപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ 2 ആലപ്പുഴക്കാരുടെ കൂടെ നല്ലൊരു സിനിമയുടെ ടേക്ക് ഓഫ് 2017 നടക്കുമ്പോൾ അതൊരിക്കലും തെറ്റായിട്ടുള്ളൊരു ടേക്ക് ഓഫ് ആവില്ല. സഖാവിലൂടെ വീണ്ടും മലയാള സിനിമ ഉയരങ്ങളിൽ പറക്കുമെന്നുള്ളൊരു ഉറപ്പ് ഞാൻ നൽകുകയാണ്. കാരണം സിദ്ധാർത്ഥ് ശിവ എന്ന സംവിധായകനെ നമുക്കറിയാം, നല്ല സിനിമകൾ മാത്രം മലയാള സിനിമയ്ക്ക് നൽകിയിട്ടുള്ള സംവിധായകനാണ്. നിവിൻ പോളി നമുക്കറിയാം, നല്ല വിജയ ചിത്രങ്ങൾ മലയാള സിനിമയ്ക്ക് നൽകിയിട്ടുള്ള അഭിനേതാവാണ്. അതോടൊപ്പം തന്നെ ഒരുപാട് നല്ല അഭിനേതാക്കൾ ഈ സിനിമയിലുണ്ട്. ഈ സിനിമയ്ക്ക് ഇടതുപക്ഷമോ വലതുപക്ഷമോ എന്ന വ്യത്യാസമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ല സിനിമയുടെ പക്ഷമായിരിക്കും സഖാവ് എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി നിങ്ങളുടെ മുന്നിൽ സഖാവിൻ്റെ എല്ലാ പ്രവർത്തകരെയും അണിനിരക്കുകയാണ്. ഒരു ആലപ്പുഴക്കാരൻ എന്നുള്ള നിലയിൽ ഒരുപാട് അഭിമാനമാണ്. കാരണം ഇത്രയും വലിയൊരു സ്വീകരണം നമ്മുടെ നാട്ടിൽ നമ്മളെ ഈ സിനിമയ്ക്ക് നൽകുമ്പോൾ തീർച്ചയായിട്ടും കലാകാരന്മാരെ എന്നും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ആലപ്പുഴക്കാരുടെ മനസ്സിന്റെ നന്മയാണ് തെളിയിക്കുന്നത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും 2017 എല്ലാവിധ ആശംസകളും നേരുന്നു. സഖാവ് ടീമിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനി സഖാവ് നിവിനെ വിളിക്കാം. സഖാവ് കൃഷ്ണനെ ക്ഷണിക്കുന്നു 2 വാക്കിനായി. ആദ്യമേ തന്നെ ക്ഷമ ചോദിക്കുകയാണ്, വരാൻ കുറച്ച് ലേറ്റായി. നിങ്ങൾ കുറേ നേരമായിട്ട് ഇവിടെ നിൽക്കുകയാണെന്ന് അറിഞ്ഞു. അതിന് ആദ്യമേ തന്നെ ക്ഷമ ചോദിക്കുന്നു. ആലപ്പുഴയിലെ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർക്കും എൻ്റെ മുന്നിൽ നിൽക്കുന്ന എല്ലാ സഖാക്കൾക്കും അഭിവാദ്യങ്ങൾ. പറയാം, ഞാൻ ആദ്യം 2 വാക്ക് പറഞ്ഞോട്ടെ.
ലോക രാഷ്ട്രീയ ചരിത്രത്തിൽ നമ്മുടെ ഈ കേരളം ചുവപ്പ് നിറം അണിഞ്ഞിട്ട് ഇന്ന് 60 വർഷം തികയാണ്. ആ സുദിനത്തിൽ തന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും ഹൃദയത്തോട് ചേർത്ത് നിർത്തിയിരിക്കുന്ന സഖാവ് എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ച് നടത്താൻ കഴിഞ്ഞതിൽ അത്യധികം സന്തോഷിക്കുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പ്രതീക്ഷയോടുകൂടി ചെയ്ത സിനിമയാണ്. ഞാൻ സിനിമയിൽ വന്നതിന് ശേഷം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു, വളരെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് ഒരു സിനിമ ചെയ്യണം എന്നുള്ളത്. അത് ഈ സിനിമയിലൂടെ സാധിച്ചു. ഞാൻ മനസ്സിൽ എങ്ങനെ ആഗ്രഹിച്ചോ, ഏത് രീതിയിൽ ആഗ്രഹിച്ചോ ആ രീതിയിൽ ഈ സിനിമയുടെ ക്യാരക്ടർ അല്ലെങ്കിൽ സഖാവ് കൃഷ്ണൻ എന്ന കഥാപാത്രം വന്നിട്ടുണ്ട്. ഞാൻ കണ്ടറിഞ്ഞിട്ടുള്ളതും കേട്ടറിഞ്ഞിട്ടുള്ളതും വായിച്ചറിഞ്ഞിട്ടുള്ളതുമായ സഖാക്കന്മാരുടെ കമ്മ്യൂണിസത്തിൻ്റെ കഥകളും നിങ്ങൾക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പല ഇൻസിഡൻസും പല രംഗങ്ങളും ഈ സിനിമയിലുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് വിശ്വാസം. വളരെ വലിയൊരു എഫേർട്ട് ഇതിൻ്റെ സംവിധായകൻ സിദ്ധാർത്ഥ് ശിവ ഈ സിനിമയ്ക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. ഇതിന് വേണ്ട എല്ലാ സഹകരണങ്ങളും, സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് എല്ലാ സഹകരണങ്ങളും ഇതിൻ്റെ പ്രൊഡ്യൂസറായ രാകേഷ് ചേട്ടനും ഡിസ്ട്രിബ്യൂട്ടറായ ആൻഡോ ചേട്ടനും തന്നിട്ടുണ്ട്. വളരെ വലിയൊരു ടീം എഫേർട്ടോട് കൂടി ഇറങ്ങുന്നൊരു സിനിമയാണ്. എൻ്റെ ഒരു സിനിമ ഇറങ്ങിയിട്ട് 1 വർഷം കഴിഞ്ഞു. 1 വർഷം കഴിഞ്ഞിട്ട് ഇറങ്ങുകയാണ് ഏപ്രിൽ 15-ന്. ഈ സിനിമ നിങ്ങളുടെ മുമ്പിലേക്ക് തരികയാണ്. നിങ്ങൾ ഇത് സ്വീകരിക്കുമെന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. സ്വീകരിക്കില്ലേ? ഒരുപാട് നന്ദി. ഇവിടെ വരാൻ കഴിഞ്ഞതിലും നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും എല്ലാം കാണാൻ കഴിയുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. താങ്ക് യു. മീശ ഒരിക്കാറായിട്ടില്ല, അത് വളർന്നിട്ടില്ല. ഞാൻ ഈ സിനിമയിലൊരു ഡയലോഗ് പറയാം. ഒരു ഡയലോഗ് ഞാൻ നേരത്തെ പറഞ്ഞത് വേറൊരു ഡയലോഗാണ്. ഇത് സിനിമയിലെ വേറൊരു ക്യാരക്ടറിനോട് സംസാരിക്കുന്ന ഒരു ഡയലോഗാണ്. പക്ഷെ എന്നാലും നിങ്ങൾക്ക് വേണ്ടി പറയാം. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് അറിയോ നിനക്ക്? സ്വന്തം പാർട്ടിക്കും സംഘടനയ്ക്കും വേണ്ടി രക്തസാക്ഷിയാവുക എന്നുള്ളത്. മരണത്തിന്റെ നിഴൽ കണ്ടാൽ ഓടി ഒളിക്കുന്ന നിന്നെ പോലുള്ളവർക്ക് ഈ തോക്കിന്റെ ബലം വേണ്ടി വരും. പേടിക്കാതെ ഒരു സഖാവിന്റെ മുന്നിൽ നിൽക്കാൻ. മരിക്കുന്നതിൽ പേടിയുണ്ടായിട്ടല്ല ഈരാളി, പക്ഷെ അതൊരിക്കലും നിന്റെ കൈ കൊണ്ടാവില്ല. ഇതാണ് ഡയലോഗ്. താങ്ക് യു. സഖാക്കളെന്നു പേർ വിളിച്ചു നിന്നോർ സ്വയം മറന്നു പോരടിപ്പതെന്തേ? ഉയിർത്തു വന്ന താരകങ്ങൾ നമ്മൾ, ഒരമ്മ പെറ്റ സോദരങ്ങൾ നമ്മൾ. സമത്വമെന്നൊരാശയം ജയിക്കാൻ കൊടിപ്പടങ്ങൾ കയ്യിലേന്തി വന്നോ. സഖാക്കളെന്നു പേർ വിളിച്ചു നിന്നോർ സ്വയം മറന്നു പോരടിപ്പതെന്തേ? ഉയിർത്തു വന്ന താരകങ്ങൾ നമ്മൾ, ഒരമ്മ പെറ്റ സോദരങ്ങൾ നമ്മൾ. സമത്വമെന്നൊരാശയം ജയിക്കാൻ കൊടിപ്പടങ്ങൾ കയ്യിലേന്തി വന്നോ. സഖാക്കളെന്നു പേർ വിളിച്ചു നിന്നോർ സ്വയം മറന്നു പോരടിപ്പതെന്തേ? ഉയിർത്തു വന്ന താരകങ്ങൾ നമ്മൾ, ഒരമ്മ പെറ്റ സോദരങ്ങൾ നമ്മൾ. സമത്വമെന്നൊരാശയം ജയിക്കാൻ കൊടിപ്പടങ്ങൾ കയ്യിലേന്തി വന്നോ. സഖാക്കളെന്നു പേർ വിളിച്ചു നിന്നോർ സ്വയം മറന്നു പോരടിപ്പതെന്തേ? ഉയിർത്തു വന്ന താരകങ്ങൾ നമ്മൾ, ഒരമ്മ പെറ്റ സോദര